الصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. اللهم انصرنا نصرا عزيزا بحق بسم الله الرحمن الرحيم وينصرك الله نصرا عزيزا. اللهم انصرنا نصرا عزيزا بحق بسم الله الرحمن الرحيم وينصرك الله نصرا عزيزا. اللهم انصرنا نصرا عزيزا بحق بسم الله الرحمن الرحيم وينصرك الله نصرا عزيزا. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بكلمات الله التامات من شر ما خلق. സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ കൂട്ടായ്മ, ഈ സദുദ്യമം ഒരു സ്വാലിഹായ സൽക്രമമായി സ്വീകരിക്കട്ടെ. ഈ പരിശുദ്ധ ദിവസവും ഈ പരിശുദ്ധ മാസവുമെല്ലാം നമുക്ക് അനുകൂലമായി അല്ലാഹു സാക്ഷിയാക്കട്ടെ. നല്ല കാര്യങ്ങൾ പഠിക്കാൻ, അതിന്റെ വെളിച്ചം ജീവിതത്തിൽ പകർത്താൻ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്നേഹമുള്ളവരെ, പവിത്രമായ ഒരു മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ദിവസത്തിലാണ് നാമൊക്കെ സമ്മേളിച്ചിരിക്കുന്നത്, നാമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ അറഫ ഓരോ മാസങ്ങളിലും ഓരോ ദിവസം ഏറ്റവും ശ്രേഷ്ഠമേറിയതായി ആ മാസത്തിന് ധന്യമാക്കുമ്പോൾ ദുൽഹജ്ജ് മാസത്തിന് ധന്യമാക്കുന്ന പരിശുദ്ധമായ ദിവസമാണ് അറഫ. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സന്ദർഭം ഹജ്ജിനെ സംബന്ധിച്ചും അനുബന്ധമായി വിശുദ്ധ ഖുർആൻ വിലയിരുത്തുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം. സന്തോഷത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, സ്നേഹത്തോടെ ഈ മഹത്തായ സംഗമത്തിലേക്ക്, ഈ സദുദ്യമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സത്യം, സമത്വം, സ്നേഹം, സാഹോദര്യം, ഐക്യം തുടങ്ങിയ സനാതന മൂല്യങ്ങൾ എക്കാലത്തും സാമൂഹ്യ മനസ്സുകൾ അംഗീകരിക്കുന്ന, സാമൂഹ്യ മനസ്സുകൾ എക്കാലത്തും സ്ഥാനം പ്രതിഷ്ഠിച്ചു വന്ന നന്മകൾ, ആ നന്മകളെ ഉൾക്കൊള്ളുന്ന, അതോടുകൂടെ ഏറ്റവും ശ്രേഷ്ഠമേറിയ, ഏറ്റവും ഉദാത്ത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ ഹജ്ജ്, പരിശുദ്ധ അറഫ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മിൽ, നമ്മുടെ ജീവിതത്തിൽ സമാഗതമായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് എന്ന് അതിനെ സംബന്ധിച്ച് ആ പരിശുദ്ധമായ ഏറ്റവും സ്വാലിഹായ സൽക്രമമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. തീർച്ചയായും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അവന്റെ അതിഥികൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുന്ന, അവന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം, അവന്റെ പ്രീതിക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് അവിടെ അവന്റെ വിളിക്കുത്തരം ചെയ്ത്, അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് ഒരുമിച്ച് കൂടുന്ന മഹത്തായ ഒരു സംഗമമാണ് ഹജ്ജ്. അവിടെ ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായ സഹോദര്യം ഉയർത്തിപ്പിടിക്കുന്ന ആ മഹത്തായ സന്ദേശം ഇവിടെ നമുക്ക് ഓർക്കുക. അതൊരു വലിയ സിറാത്തുൽ മുസ്തഖീമാണ്, ഏറ്റവും ശ്രേഷ്ഠമേറിയ സന്മാർഗമാണ്. നമുക്ക് 5 നേരം സൂറത്തുൽ ഫാത്തിഹയിലൂടെ സർവശക്തനായ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഒരു മുസ്ലിമായ മനുഷ്യന് ആ ചോദ്യം നിർബന്ധമാണ്. മറ്റെന്തും ചോദിക്കണമെന്നില്ല. പടച്ച തമ്പുരാൻ അവൻ തരും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ 2 റഹ്മത്ത്, റഹ്മത്തുർ റുബൂബിയ, റഹ്മത്തുൽ ഉലൂഹിയ. നമുക്കറിയാം 2 സിഫത്തുകളുണ്ട് സർവശക്തനായ അള്ളാഹുവിന്. 2 സിഫത്ത് പറഞ്ഞ രണ്ട് സിഫത്ത് എന്ന അർത്ഥത്തിലല്ല, 2 രൂപത്തിലുള്ള. അതുപോലെ 2 റഹ്മത്ത് സർവശക്തനായ അള്ളാഹുവിനുണ്ട്. ആ റഹ്മത്ത് നിലകൊള്ളുന്നത് 2 പരിശുദ്ധമായ ഇസ്മുകൾ, അവന്റെ നാമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിലൂടെയാണ് റഹ്മാന്, റഹീം എന്ന പരിശുദ്ധ നാമം. റഹ്മാൻ നമുക്കൊക്കെ അറിയാം, റബ്ബ് എന്നുള്ള രീതിയിൽ റഹ്മത്തുൽ റുബൂബിയയാണ് റഹ്മാൻ എന്ന് പറയുന്ന റഹ്മത്ത്, ആ കാരുണ്യം നമുക്ക് തരുന്നത്. അവിടെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചെയ്യും. എല്ലാവരെയും പരിപാലിക്കുന്നവൻ. റബ്ബി യുറബ്ബി ഷൈഅൻ ഫശൈഅൻ ഇലാ കമാലി. ഒരു വസ്തുവിന്റെ പരിപൂർണതയിലേക്ക്, ആ വസ്തു ഇവിടെ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന്റെ അവസാനം എന്തോ, അവസാനം വരെ അവൻ എന്താണോ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പരിപൂർണമായി നൽകി സംരക്ഷിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹു, ആ അള്ളാഹുവാണ് റഹ്മാൻ. അവന്റെ റഹ്മത്ത് അവൻ കൊടുക്കുന്നു. അവിടെ
പടച്ച തമ്പുരാന്റെ റഹ്മത്ത് എല്ലാ സൃഷ്ടികൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു. അവിടെ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ഇലാഹ് എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തുണ്ട്. റഹീം എന്ന് പറയുന്ന ആ റഹ്മത്താണ്. ആ റഹ്മത്ത് അവൻ ഇലാഹായിട്ട് സർവശക്തനായ അല്ലാഹുവിനെ ആരാധിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പ്രത്യേകം പടച്ച തമ്പുരാൻ കൊടുക്കുന്ന റഹ്മത്ത. ആ റഹ്മത്തിന്റെ ഒരു ഭാഗമാണ് സത്യത്തിൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ റഹ്മത്ത് കിട്ടാനാണ് നാം യാചിക്കേണ്ടത്, നാം ചോദിക്കേണ്ടത്. മറ്റുള്ളത് ചോദിക്കണം, ചോദിക്കണ്ട എന്നല്ല, അത് ചോദിക്കൽ നിർബന്ധമില്ല. തീർച്ചയായും ഒരു മുഅ്മിനായ മനുഷ്യൻ ചോദിക്കൽ നിർബന്ധമായത്, ഒരു ദിവസം 17 തവണ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സന്മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണേ തമ്പുരാനെ എന്നാണ്. സന്മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണേ അല്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ റബ്ബുൽ ആലമീൻ, റബ്ബ്, റഹ്മാൻ റഹീം, റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ, അല്ലാഹ് എന്നുള്ള പരിശുദ്ധ നാമങ്ങൾ ഉരുവിട്ട് ആ നാമങ്ങളിലൂടെ സർവശക്തനായ അല്ലാഹുവിലേക്ക് അടുത്ത് ആ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, തമ്പുരാനെ നിനക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു നാഥ, ഞങ്ങൾക്കെല്ലാം നിന്നിൽ നിന്നുള്ളതാണ് എന്ന ആ ഉത്തമമായ ഏറ്റവും വലിയ പ്രഖ്യാപനം, അത് പ്രഖ്യാപിച്ചതിന് ശേഷം നാം റബ്ബിനോട് ചോദിക്കുന്ന വ്യക്തമായൊരു ചോദ്യം. അതുകൊണ്ടല്ലേ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ മസ്അല എന്ന ഒരു പേരുകൂടെ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഈ 17 തവണ നാം ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സന്മാർഗത്തിലൂടെ ഞങ്ങളെ നീ നയിക്കണേ തമ്പുരാനെ. നിർബന്ധമായി നാം ചോദിക്കണം. ആ ചോദിക്കുന്ന ആ സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രായോഗികതലം അവിടെ തന്നെ. ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യാഖ്യാനിക്കുന്നു. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആരാണ് അനുഗ്രഹിച്ചവർ? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അല്ലാഹു അനുഗ്രഹിച്ചവർ എന്ന് പറയുന്നത് മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. എത്ര ക്ലിയർ ആയിട്ടാണ് ഖുർആൻ അത് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മിനൻ നബിയ്യീൻ, പ്രവാചകന്മാരുടെ മാർഗം, സുദ്ദീഖീങ്ങളുടെ മാർഗം, ശുഹദാക്കളുടെ മാർഗം, സ്വാലിഹീങ്ങളുടെ മാർഗം. ആ പ്രവാചകന്മാരിൽ അത്യുന്നതനായ, ആ പ്രവാചകന്മാരിൽ ഒരുപാട് ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരുണ്ട്, ഉലുൽ അസ്മികളുണ്ട്. അക്കൂട്ടത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, നമുക്കൊക്കെ അറിയാം, പ്രഗത്ഭനായ ശ്രേഷ്ഠമേറിയ പ്രവാചകന്മാരുടെ പട്ടികയിൽപ്പെട്ട മഹാനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നീ അനുഗ്രഹിച്ചവരുടെ വഴി, അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള വഴിയാണ്, പ്രായോഗിക തലത്തിലുള്ള മാർഗമാണ് നാം ചോദിക്കുന്നത്. വെറും തിയറി ആയിട്ടുള്ള മാർഗം മാത്രമല്ല. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായ മാർഗം എന്തെന്ന് ജീവിച്ച് കാണിച്ചു തന്ന, ജീവിതത്തിൽ അത് മാർഗമായി നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്ന ആ വഴി, ആ പ്രവാചകന്മാരുടെ വഴി, അതിൽ അത്യുന്നതനായ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വഴി, ആ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രായോഗികമായിട്ടുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് ഹജ്ജ് എന്ന് നാം ഓർക്കുക. അഥവാ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴി, ആ സിറാത്തുൽ മുസ്തഖീമാണ് ഹജ്ജ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ മാർഗം ഫോളോ ചെയ്തുകൊണ്ടുള്ള, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രപരമായ ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഹജ്ജ് കർമ്മങ്ങളെ അയവരിക്കുമ്പോ, ഓർക്കുമ്പോ, ഹജ്ജിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് ഓർക്കാനുള്ള ഒരു കുടുംബം, നമുക്ക് ഓർക്കാനുള്ള ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ മഹത്തായ ഹജ്ജിന്റെ ഒരുപാട് കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണല്ലോ കല്ലേറ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, അറഫ മരുഭൂമിയിൽ നിന്നുകൊണ്ട് അറഫ വളരെ ശ്രേഷ്ഠമേറിയതാണ്. എല്ലാം വിളിച്ചറിയിക്കുന്ന, ലോകത്തെ ഏറ്റവും വലിയ സമത്വം വിളിച്ചറിയിക്കുന്ന, ഏറ്റവും വലിയ സൗഹാർദ്ദം, സ്നേഹം വിളിച്ചറിയിക്കുന്ന പരിശുദ്ധമായ അറഫ കഴിഞ്ഞ്, ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല, അറഫ കഴിഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് മിനയിലേക്കാണ്, കല്ലെറിയാൻ വേണ്ടിയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ കല്ലേറ്? ഭൗതികമായി ഒരു കാഴ്ചപ്പാട് നമുക്കിതിൽ കാണാൻ കഴിയില്ല. ഞാൻ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ബാഹ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പൊതുവെ പല കർമ്മങ്ങളും പല ആളുകൾക്കും, പല ആശയത്തിന്റെയും ആദർശത്തിന്റെയും ആളുകൾക്ക് പല ഭൗതിക വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം പല കർമ്മങ്ങളും നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ ബാഹ്യമായ പല ജാടകളുടെയും കോലങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ പല കോലം കെട്ടലുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കാം. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കോലങ്ങൾക്ക് പ്രാധാന്യമില്ല, അല്ലെങ്കിൽ ജാടകൾക്ക് പ്രാധാന്യമില്ല. മനസ്സുകൾക്കാണ്, മനുഷ്യ മനസ്സുകളെയാണ് ഇസ്ലാം പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് സഫയും മർവയും അതുപോലെ മിനയും, എവിടെ നമ്മൾ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ കാണുന്ന എല്ലാം
ആ എല്ലാത്തിന്റെയും മർമ്മപ്രധാനമായ ജീവൻ നമുക്കറിയാം. എന്താണത്? അത് തഖ്വൽ ഖുലൂബ് എന്നതാ. ഹൃദയങ്ങളുടെ, മനുഷ്യ മനസ്സുകളുടെ തഖ്വയാണ്, പടച്ച തമ്പുരാനുമായിട്ടുള്ള ബന്ധമാണ്. ആ തഖ്വ ഉണ്ടായിരിക്കുക. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വചനം, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ചിഹ്നമാണ് എന്നല്ല, ചിഹ്നങ്ങളിൽപ്പെട്ടതാ. ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചിഹ്നമാണ് സഫയും മർവയും. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആരാണോ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, ആ ചിഹ്നങ്ങൾ ആരാണ്? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. നിശ്ചയം സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ആ ചിഹ്നങ്ങളെ ആദരിക്കുക. വമിയുഅല്ലിം ശആഇറല്ലാഹ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആദരിക്കുക, അത് വന്ദിക്കുക എന്നത് മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയങ്ങളുടെ തഖ്വയിൽപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഹജ്ജ് മനുഷ്യ മനസ്സുകളെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ്. തഖ്വ കൊണ്ട്, അള്ളാഹുവിന്റെ വെളിച്ചം കൊണ്ട് ചാർജ് ചെയ്യുക. അത് ചാർജ് ചെയ്യാനുള്ള പ്ലഗുകളാണ്, ചാർജറുകൾ ഇബാദത്തുകളാണ്. ആ ചാർജറുകളിലൂടെ ചാർജ് ചെയ്യാൻ ആ ഇബാദത്തുകൾ കുത്തിവെക്കുന്നത്, ആ ഇബാദത്തുകൾ പ്രവർത്തിക്കുന്നത്, തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ പ്രവർത്തനം, ആ പ്ലഗുകളാണ് തീർച്ചയായിട്ടും സഫ മർവ പോലെയുള്ള പരിശുദ്ധമായിട്ടുള്ള ഹറമുകൾ, അതുപോലെ പരിശുദ്ധമായ കഅബ, അതുപോലെയുള്ള സ്ഥലങ്ങൾ, അറഫ, മിന തുടങ്ങിയവ. അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ചാർജ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വെളിച്ചമാണ്. അത് മനുഷ്യ മനസ്സുകളിലേക്കാണ് ലഭിക്കേണ്ടത്. അല്ലാതെ കോലങ്ങൾക്കോ ജാടകൾക്കോ അവിടെ പ്രാധാന്യമില്ല. അവിടെ എന്താണ് കാണാനുള്ളത്? അറഫ മരുഭൂമിയിൽ ഒന്നും കാണാനില്ല. പക്ഷേ അവിടെ മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലാണ് അവിടെ എല്ലാം കാണാനുള്ളത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ്, അവന്റെ ഈമാൻ, അവന്റെ തഖ്വ, അവന്റെ വെളിച്ചം, അവിടെ ഭൗതികമായ ഒരു വിഭവങ്ങളോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ അവരുടെ മുമ്പിൽ ഒന്നുമല്ല. സർവശക്തനായ അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ലാതെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. തമ്പുരാനെ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. ഇതാ എല്ലാം ഒഴിവാക്കി, ഒന്നുമില്ല, ഒരൊറ്റ മനസ്സുമായിട്ട് എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. എല്ലാം ഒഴിവാക്കിയിട്ട് അവിടെ ഭൗതികമായിട്ട് ഒരു കാഴ്ചപ്പാട് പോലുമില്ല. മുടി ചെടക്കുത്തിയവരാണ്, അതുപോലെ പൊടി പുരണ്ട ശരീരമാണ്. അവര് നമുക്കറിയാം, നഖം മുറിച്ചിട്ടില്ല, മുടി വെട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ശ്രദ്ധയും അങ്ങനെ ഒരു ഭാഗവുമില്ല. തീർച്ചയായും അള്ളാഹു പ്രകാശിക്കുന്ന, ജ്വലിക്കുന്ന ആ മനസ്സ്, അള്ളാഹുവിന്റെ തഖ്വ കൊണ്ട്, അള്ളാഹുവിന്റെ വെളിച്ചം കൊണ്ട് ജ്വലിക്കുന്ന ആ മനസ്സുമായിട്ട് അള്ളാഹുലേക്ക് അടുക്കുകയാണ് അറഫ. ആ അറഫയിൽ നിന്ന് നേരെ പോകുന്നത് മുസ്ദലിഫ. അവിടെ വരുന്ന കല്ലേറ് നമുക്കറിയാം. എന്താണ് അവിടെ കാണാനുള്ളത്? അവിടെയും ഒന്നും കാണാനില്ല. പുറത്തുനിന്ന് ഒരു ഭൗതിക വീക്ഷണത്തിലൂടെ വീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഭൗതികമായ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഏതാനും ചില കൽമണികൾ എടുത്തുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് എറിയുന്നു ഹാജിമാർ. എന്താണ് ആ ഏറ്? തീർച്ചയായിട്ടും അവിടെയാണ് ഒരു മഹാപുരുഷൻ നമുക്ക് വെളിച്ചമായി, വഴികാട്ടിയായി അവിടെ വന്നത്. മാനവകുലത്തിന് മുഴുവൻ, മനുഷ്യരാശിക്ക് മുഴുവൻ, അഥവാ ഹജ്ജിന് പോകുന്ന ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങൾക്ക് വഴികാട്ടിയായി വരുന്നത് ആരുടെ മാതൃകയായിട്ടാണത്? ഫത്തബിയു അദീഖ്. മുഅ്മിനായ മനുഷ്യന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം ലോകത്തോട് വിളിച്ചറിയിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. മക്കളെ, ഒരു സുരക്ഷാ കവചമുണ്ടാക്കി തീർക്കണം, ഒരു സുരക്ഷാ വലയമുണ്ടാക്കി തീർക്കണം. ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയും കടപ്പാടും അനിവാര്യമായിട്ടുള്ള കർത്തവ്യവുമാണത്. ഏതാണ് ആ സുരക്ഷാ വലയം? വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ ദാനധർമ്മം ലഭിക്കുമ്പോൾ ആ ദാനധർമ്മം, ആ അള്ളാഹുവിന്റെ ധർമ്മം നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശനത്തിന്, വ്യക്തമായ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി, വെളിച്ചത്തിന് വേണ്ടി മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ ശത്രുവായിട്ടുള്ള പിശാജ്, ആ പിശാജ് എപ്പോഴും നമുക്ക് വിലങ്ങുതടിയാകും. വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? വിശുദ്ധ ഖുർആനിന്റെ ദാനം നമുക്കറിയാം. ഹുദ എന്ന് പറയുന്ന സന്മാർഗം, ഖുർആന്റെ വഴി, അതുപോലെ യഥാർത്ഥ വെളിച്ചം, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ദാനമാണ് റഹ്മത്ത്, അതുപോലെ ഷിഫ. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ. അതുപോലെ ഖുർആൻ പറയുന്നു ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഹുദയായിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അതുപോലെ ഫീഹി നൂറും വകിതാബും മുബീൻ, വിശുദ്ധ ഖുർആനിലുള്ളത് വെളിച്ചമാണ്. ഈ വെളിച്ചം, അതുപോലെ നബിയെ താങ്കളിലേക്ക് നാം ഇറക്കിയത് റൂഹം മിൻ അംരിനാ, നമ്മുടെ കാര്യത്തിൽപ്പെട്ട ആത്മാവിനെയാണ്, ജീവനാണ് എന്നൊക്കെ പറയുമ്പോൾ റൂഹ്, അതുപോലെ റഹ്മത്ത്, ഹുദ എന്നതുപോലെ നൂറ്, ഷിഫാ, ഈ തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളാണ് ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള മർമ്മപ്രധാനമായ ഘടകങ്ങളാണ് വിശുദ്ധ ഖുർആൻ തരുന്ന ദാനം. ആ ദാനം, ഈ വെളിച്ചം നാളെ സ്വർഗ്ഗലോകത്തേക്ക് എത്താനുള്ള വെളിച്ചമാണ്.
ഈ വഴി നാളെ സ്വർഗ്ഗലോകത്തേക്ക് എത്താനുള്ള വഴിയാണ്. ഈ ജീവൻ നാളെ സ്വർഗ്ഗലോകത്തേക്ക് ജീവിച്ചിരിക്കാനുള്ള ജീവനാണ്. ഈ ആ ജീവൻ സ്വീകരിക്കുമ്പോൾ ഈ റഹ്മത്ത്, ഈ ഷിഫ എല്ലാം ഇത് ഇവിടെയും നാളെ പാരത്രിക ലോകത്തും ഉന്നതമായ വിജയം കൈവരിക്കാനുള്ള ഈ മഹത്തായ ദാനം, ഈ ദാനധർമ്മം നമുക്ക് ഖുർആനിലൂടെ ലഭിക്കുമ്പോൾ അത് തടുക്കുന്ന ഒരാൾ ഇവിടെയുണ്ട്. അത് തടുക്കുന്നവനാണ് പിശാജ്. വ്യക്തമായിട്ട് പിശാജ് തന്നെ പഠിപ്പിച്ചെന്ന് നമുക്കറിയാം. തീർച്ചയായും സിറാത്തുൽ മുസ്തഖീമിലാണ് ഞാൻ ഇരിക്കുക എന്നാണ് ഖുർആൻ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മെ അത് മനസ്സിലാക്കി തരുന്നുണ്ട്. എങ്കിൽ നാം ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. വ്യക്തമായിട്ട് ഖുർആനിന്റെ നമ്മോട് പറയുന്നത് ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതുമ്പോഴാണ്, ഖുർആൻ പഠിക്കുമ്പോഴാണ്, ഖുർആൻ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ദാനം നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യ മനസ്സുകളിലേക്ക് ആ ദാനം കടന്നു വരും, ആ വെളിച്ചം കടന്നു വരും, ആ ഹിദായത്ത് കടന്നു വരും. ആ ഹിദായത്ത് കടന്നു വരുമ്പോ, ആ വെളിച്ചം കടന്നു വരുമ്പോ അത് തടുക്കാൻ ഒരാളുണ്ട്. ആ തടുക്കാനുള്ള പിശാജ് ആദ്യമായിട്ടൊരു സുരക്ഷാ കവചമുണ്ടാക്കി തീർക്കണം. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു സുരക്ഷാ വലയമുണ്ടാക്കി തീർക്കണം. നമുക്കറിയാമല്ലോ, നമ്മൾ വീട് നിർമ്മിക്കുമ്പോ ആ വീടിന് ചുറ്റുഭാഗത്തും ചുറ്റും മതിലുകൾ കെട്ടാറുണ്ട്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ വീടിനെ ചുറ്റുഭാഗത്ത് മതിലുകൾ കെട്ടുന്നത്? അത് വീടിനകത്ത് താമസിക്കുന്നവർക്കുള്ള സുരക്ഷാ വലയമാണ്, സുരക്ഷാ കവചമാണ്. അതുപോലെ വീടിനുള്ള ഭിത്തികൾ എന്തിനാണ്? ആ വീട് എന്ന് പറയുമ്പോൾ മസ്കൻ, അതിനകത്ത് താമസിക്കുമ്പോൾ അതിനകത്തുള്ള ആളുകൾക്ക്, അതിന്റെ മേൽക്കൂര എല്ലാം അതിനകത്തുള്ള ആളുകൾക്ക് സുരക്ഷയായിട്ടാണ്. അടച്ചുറപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അടച്ചു പൂട്ടുമ്പോ അടച്ച് ഉറപ്പ് വരുത്തുക എന്നാണ് സത്യത്തിൽ ലോപിച്ചുപോയ ആ വാക്കിന്റെ യഥാർത്ഥ മീനിങ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. എങ്കിൽ ജീവിതത്തിൽ നല്ലൊരു അടച്ചുറപ്പ് വരുത്തണം. അതുപോലെ ജീവിതത്തിൽ സുരക്ഷാ വലയമുണ്ടാക്കി തീർക്കണം. അപ്പോഴാണ് സന്മാർഗം പ്രാപിക്കാൻ കഴിയൂ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന സന്മാർഗത്തിലെത്താൻ കഴിയൂ. ആ സന്മാർഗത്തിൽ എത്തുന്നതിനെത്തിട്ട് തടസ്സം സൃഷ്ടിക്കുന്നത്, സിറാത്തുൽ മുസ്തഖീമിൽ ഇരിക്കുന്നത്, വിലങ്ങ് തടിയായിട്ട് ഇരിക്കുന്നത് ആരാണ്? ഇരിക്കുന്നത് തീർച്ചയായും പിശാജാണ്. അതുകൊണ്ട് ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അട്ടിയോടിക്കപ്പെട്ട പിശാചിനെ തൊട്ട് അല്ലാഹുവേ, ആ അല്ലാഹുവിനോട് നീ കവണ് തേടണം. അല്ലാഹുവിനോട് ഇസ്തഇദ് ബില്ലാ, അല്ലാഹുവിനോട് നീ കവണ് തേടണം. ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. ഏതാണ് അത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന നാവിന്റെ വുളു, നാവിന്റെ ശുദ്ധീകരണവും ജീവിതത്തിന്റെ സുരക്ഷാ വലയുമാണ്. പടച്ചതമ്പുരാനെ, അല്ലാഹുവിനോട് ഞാൻ കവണ് തേടുന്നു. മിനശ് ശൈത്വാനിർ റജീം, ഞാൻ കവലാക്കുന്നത് എന്റെ റബ്ബിനെയാണ്. എന്തിനാണ് എന്റെ റബ്ബിനെ കവലാക്കുന്നത്? എനിക്ക് ദാനധർമ്മങ്ങൾ കിട്ടണം, എനിക്ക് ശരിയായ മാർഗം കിട്ടണം എന്ന വ്യക്തമായ സന്ദേശമാണ് അഊദു ബില്ലാ തരുന്നത്. അതിന്റെ പ്രായോഗിക തലത്തിലുള്ള പ്രാക്ടിക്കലായി അതിന്റെ പ്രായോഗിക തലങ്ങളാണ് തീർച്ചയായിട്ടും കല്ലേറ് എന്ന് പറയുന്നത്. ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലാഹ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ നാമത്തിലാണ് കാവലിനെ തേടേണ്ടത്. ആ അല്ലാഹുവിന്റെ നാമത്തിൽ തന്നെയാണ് ജീവിതത്തിൽ എല്ലാം ആരംഭിക്കേണ്ടതും തുടങ്ങേണ്ടതും. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച്. രണ്ടും അല്ലാഹു, കാവൽ തേടലും അല്ലാഹുവിന്റേതാണ്, അത് ആരംഭിക്കേണ്ടതും തുടങ്ങേണ്ടതും അല്ലാഹുവിന്റെ നാമത്തിലാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, അതിന്റെ പ്രായോഗിക തലമാണ് കല്ലേറ് എന്ന് പറയുന്നത്. ലോക മുസ്ലിങ്ങളോട്, ലോകത്തുള്ളവരോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച സന്ദേശം എന്താണെന്നറിയോ? ഹാജിമാർ കല്ലെറിയുന്നതിന്റെ വലിയൊരു സന്ദേശം, ഓരോ ഏറിന്റെയും വലിയ സന്ദേശം, മക്കളെ സുരക്ഷാ വലയമുണ്ടാക്കി തീർക്കുക, പടച്ചതമ്പുരാനോട് കാവലിന് തേടുകയാണ്. പിശാചിന്റെ വഴി, അതിനെ തൊട്ടുള്ള തടസ്സം, അതിനെ തൊട്ട് മാറ്റുക, അതിൽ നിന്നൊരു മോചനം, ഒരു സുരക്ഷാ വലയം. അതാണ് ആ കല്ലെറിലൂടെ ലോകത്ത് പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ നീ കല്ലെറിയുക. ആരെ തൊട്ട് കല്ലെറിയുക? പിശാചിനെ തൊട്ട് നീ കല്ലെറിയുക. ആ പിശാചിനെ തൊട്ട് നിനക്ക് കാവലുണ്ടാക്കി തീർക്കുക. തീർച്ചയായും നിന്റെ വെളിച്ചം, നിന്റെ വിശ്വാസം, സത്യവിശ്വാസം, നിന്റെ സത്യം, ധർമ്മം, നിന്റെ നീതി, സമത്വം എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന, എല്ലാം പിടിച്ചുകൊണ്ടുപോകുന്ന പിശാച്, കള്ളനായ പിശാച്, ആ പിശാചിൽ നിന്ന് മോചനം നേടുക എന്ന മഹത്തായ ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ. വളരെ ഗൗരവമായിട്ടുള്ളതാണ് പിശാച് എന്ന് നമുക്കറിയാം. വളരെ ഗൗരവമായിട്ടുള്ള, അത് നമ്മുടെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ശത്രുവാണ്. നമുക്കറിയാമല്ലോ, വ്യക്തമായിട്ട് നമുക്കറിയാം. പിശാചിനെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ മറ്റൊരു ശത്രുവുമായിട്ടുള്ള നീ യുദ്ധം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ട് നീ പടപൊരുതുമ്പോ നിനക്ക് അവന് നേരിട്ട് കാണാൻ കഴിയുന്നു എന്നതാണ് സത്യം. പക്ഷേ ഒരു പിശാചിനുമായിട്ടുള്ള നിന്റെ ധർമ്മയുദ്ധത്തിൽ, ആ സമരത്തിൽ തീർച്ചയായും അവനെ നീ കാണുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും നീ അവനിൽ പരാജയപ്പെട്ടു പോയാൽ നീ വിജയിക്കുക തന്നെ വേണം. നീ അതിൽ പരാജയപ്പെട്ടു പോയാൽ ഒരിക്കലും നീ രക്തസാക്ഷിയാകില്ല. നീ ആ യുദ്ധക്കളത്തിൽ പരാജയപ്പെട്ടാൽ നീ എന്നേക്കുമായി നരകത്തിന്റെ അഗ്നിയിൽ കിടക്കേണ്ടി വരും. നീ അസ്ഹാബുൽ നാർ, നരകത്തിന്റെ അസ്ഹാബിൽ പെട്ടുപോകും. അതുകൊണ്ട് അതിൽ വിജയിക്കുക തന്നെ വേണം. അതിന് അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളും നമുക്ക് സഹായിക്കാനില്ല, കാവലായിട്ടില്ല. അള്ളാഹുവിനല്ലാതെ അവന് തടുക്കാൻ മറ്റൊരാൾക്കും
കഴിയില്ല. അതുകൊണ്ട് തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വ്യക്തമായ ആ സത്യവചനത്തിന്റെ പ്രാക്ടിക്കലായ പ്രായോഗിക തലത്തിലുള്ള ജീവിതത്തിൽ പിശാചിനെ തൊട്ടുള്ള കല്ലെറിയാനുള്ള ഒരു സന്ദേശമാണ് ഈ ഹാജിമാർക്ക് നൽകുന്ന വ്യക്തമായിട്ടുള്ള കല്ലെറ് എന്ന് നാം ഓർക്കുക. ഓരോ ഹാജിമാരും ആ ലോകത്തോട് വിളിച്ചു പറയുന്നത് അതാണ്. അതിലൂടെ വ്യക്തമായി ലോകത്തിന് നൽകുന്ന സന്ദേശം അതാണ്. സന്മാർഗത്തിന് സന്മാർഗത്തിന് വിലങ്ങായി നിൽക്കുന്ന പിശാചിനെ തൊട്ടുള്ള കാവൽ തേടുകയും ആ പിശാചിനെ തൊട്ടുള്ള ശക്തമായിട്ടുള്ള ഏറാണ്. ആ ഏറ് ജീവിതത്തിൽ എറിയേണ്ട, ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമായിട്ടാണ് അത് നാം ഉൾക്കൊള്ളേണ്ടത്. ഹജ്ജ് നമുക്ക് തരുന്ന വ്യക്തമായ ഒരു സന്ദേശം അതാണ്. മറ്റൊന്ന് തീർച്ചയായും ഒരു ഫാമിലി കോർപ്പറേഷൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കുടുംബ സഹകരണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തി മാത്രം അല്ല, ആ വ്യക്തിയും അതിന്റെ കുടുംബവും ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുക. എന്ത് ത്യാഗം സഹിച്ചും എന്ത് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടും ആ കുടുംബ സഹകരണം അതൊരു വല്ലാത്ത സംഭവമാണ്. നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം മാത്രമല്ല, ആ കുടുംബമാണ് ഒരു ഫാമിലിയാണ് ആ ചരിത്രം നമ്മളിലേക്ക് എത്തിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും തന്റെ പ്രിയപ്പെട്ട പത്നി ഹജറ ബീവിയും അതുപോലെ മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ഈ വ്യക്തമായ സന്ദേശം എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. ആ ഒരു ഇത്തിബാവ്, ആ ഒരു നിങ്ങളുടെ ഫത്തബിയു അബീകും മില്ലത്തെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗം നിങ്ങൾ ഫോളോ ചെയ്യണേ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയുമോ? നമ്മളോട് ഫോളോ ചെയ്യാൻ പറയുമ്പോൾ അവിടെ പിൻപറ്റേണ്ടത് തീർച്ചയായിട്ടും അടിമുതൽ മുകൾ വരെ ഒരു ലെവലേശം വ്യതിചലിക്കാതെ മറ്റൊരാളെ ഫോളോ ചെയ്യുന്നത് പോലെയല്ല, മറ്റേതെങ്കിലും ഒരു മാർഗം നമ്മൾ പിൻപറ്റുന്നത് പോലെയല്ല. ഒരിക്കലും പിഴക്കാത്ത, ഇനിയൊരിക്കലും പിഴക്കാൻ ഒരു നിലയിലും പിഴച്ചു പോവാത്ത, ഒരു നിലയിലും വ്യതിചലിക്കാത്ത മഹത്തായ വഴിയാണത്. ആ വഴി തെരഞ്ഞെടുക്കപ്പെട്ട വഴിയാണ്. ആ വഴിയിൽ ഒരു നിലക്കും നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ഒരു സ്വാലിഹ മനുഷ്യനെ തന്നെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പല രീതിയിൽ ചിലപ്പോൾ പിൻകാലത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈവിധ്യങ്ങളോ അല്ലെങ്കിൽ ആശയ പൊരുത്തക്കേടുകളോ സംഭവിക്കാം. പക്ഷെ പ്രവാചകന്മാരിൽ അങ്ങനെയല്ല. പ്രവാചകന്മാർ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രവാചകന്മാരുടെ സന്ദേശം അങ്ങനെയല്ല. അതുകൊണ്ട് ഫത്തബിയു അബീക്കും നിങ്ങൾ ഫോളോ ചെയ്യുക. അന്ധമായിട്ട് തന്നെ ഇത്തിബാ ചെയ്യുന്നതാണ് ശരിക്കും ഇത്തിബാ. ആ ഇത്തബാ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓരോ ചലനത്തിലും ഓരോ നിശ്ചലനത്തിലും എല്ലാ രീതിയിലും ആ പ്രവാചകനെ പിൻപറ്റുക എന്ന വ്യക്തമായ സന്ദേശമാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്. എങ്ങനെയാണ് ആ പ്രവാചകൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും പ്രിയപത്നി ഹജറ ബീവിയും ആ കുടുംബ സഹകരണം നോക്കൂ. എല്ലാ രീതിയിലും നമ്മൾ ഇവിടെ കണ്ടെത്തുന്ന വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണെന്നറിയാം? ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ സന്ദേശം നമുക്ക് തരുന്ന മുസ്ലിമിനെയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആരനുസരിക്കുന്നു? ആരെയാണ് അനുസരിക്കുന്നത്? ഏത് വിഷയത്തിലാണ് അനുസരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അനുസരിക്കുന്നത് എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇവിടെ മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ ഈ വഴിയിലൂടെ അനുസരിക്കുമ്പോൾ, ഏത് വിഷയത്തിൽ അനുസരിക്കുന്നു എന്ന വഴിയിലൂടെ അനുസരിക്കുന്നതിലൂടെ അവൻ മുത്തഖിയായി തീരുകയാണ്. ആ മുത്തഖിയാകുമ്പോൾ ആ തഖ്വയിലൂടെ അവനിൽ തവക്കുൽ വന്നു ചേരുന്നു എന്നതാണ്. തവക്കുൽ വന്നു ചേരുമ്പോൾ തീർച്ചയായും അവൻ ഇഹ്സാനിലൂടെ മുഹ്സിനായിത്തീരുന്നു എന്ന് വ്യക്തമായ ഒരു സന്ദേശമാണ് ഹജ്ജ് കർമ്മത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തന്റെ ജീവിതത്തിൽ അതിജയിക്കേണ്ടി വന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. നിങ്ങൾ നോക്കൂ, ഇസ്ലാം, ആ മുസ്ലിം വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. ജൂതനോ ക്രൈസ്തവരോ ആയിരുന്നില്ല മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. നേരെ ഹനീഫ മുസ്ലിമ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുസ്ലിമായിരുന്നു. അള്ളാഹുവിനെ അനുസരിക്കുന്ന, പരിപൂർണമായി അള്ളാഹുവിലേക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന. ഇവിടെ അനുസരിക്കുന്നു. ആരനുസരിക്കുന്നു? സർവശക്തനായ അവനെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ആ സൃഷ്ടാവായ നാഥനെ അംഗീകരിക്കുന്നവനാണ് മുസ്ലിം. ആ അംഗീകരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കണം, ഇവിടെ നമ്മൾ ചിന്തിക്കണം. എന്ത് വിഷയത്തിൽ അംഗീകരിക്കുന്നു? ആ അള്ളാഹുവിന്റെ സന്ദേശത്തിൽ, ആ തമ്പുരാൻ പഠിപ്പിച്ച, അള്ളാഹു സൃഷ്ടാവ് പഠിപ്പിച്ച, തന്റെ നാഥൻ പഠിപ്പിച്ച വഴിയിൽ, ആ നാഥൻ പഠിപ്പിച്ച നിയമങ്ങളും വിധിവിലക്കുകളും അവന്റെ കൽപ്പനകളും പരിപൂർണമായിട്ട് അനുസരിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ആ വിഷയത്തിലാണ് അനുസരിക്കുന്നത്. അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. മുസ്ലിമിൻ ലഹു. അതുപോലെ തന്നെ അനുസരിക്കുന്നത് എന്ത് വിഷയത്തിൽ? ഈ വിഷയത്തിലാണ്, അള്ളാഹുവിന്റെ നിയമത്തിലാണ് അനുസരിക്കുന്നത്. എന്തിനു വേണ്ടി അനുസരിക്കുന്നു? അവനാണ് സൃഷ്ടാവ്, നമ്മൾ അവന്റെ സൃഷ്ടികളാ. അതുകൊണ്ട് അനുസരിക്കൽ അനിവാര്യമാണ്, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതനുസരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ അസ്ലമ എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നർത്ഥമുണ്ട്. ഇവിടെ ഏൽപ്പിക്കുന്നു. എന്താണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഒരു മുസ്ലിം, അസ്ലമ മുസ്ലിം എന്താണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? തീർച്ചയായും അവന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നു. സത്യത്തിൽ ആ ഏൽപ്പിച്ചു കൊടുക്കുന്ന സാക്ഷാത്കാരം
എങ്ങനെയാണ് ഒരു ഇസ്ലാം ഒരു മുസ്ലിമിൽ നിന്ന് അവന്റെ ജീവിതം ആ ഇസ്ലാമിന്റെ വഴിയിൽ സമർപ്പിക്കുക എന്ന സന്ദേശമാണ് ഹജ്ജ് കർമ്മം നൽകുന്ന മറ്റൊരു മഹത്തായ സന്ദേശം. ഹജ്ജും അതുപോലെ അനുബന്ധമായിട്ടുള്ള നമ്മുടെ അറഫ കഴിഞ്ഞ് ദുൽഹജ്ജ് 10 ഒക്കെ നമുക്ക് തരുന്ന മഹത്തായ സന്ദേശം അതാണ്. ഇവിടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏൽപ്പിച്ചു തന്നു. നമുക്കൊക്കെ അറിയാം, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 5 വക്ത് നിസ്കാരം വജ്ജഹ്തു എന്ന് പറയുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കല. നമുക്കൊക്കെ അറിയാലോ, മുസ്ലിമാണ്, ഞാൻ അംഗീകരിക്കുന്നു, അതുപോലെ ഞാൻ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നു. വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫത്തറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ വഅന മിനൽ മുസ്ലിമീൻ. 5 നേരം നമ്മളൊക്കെ പ്രതിജ്ഞ ചെയ്യുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ആ 2 നിസ്കാരത്തിൽ തക്ബീർ കൈ കെട്ടിയതിനു ശേഷം, തമ്പുരാനെ ഞാനിതാ നിന്നിലേക്ക് എന്റെ ശരീരം മുന്നിടിച്ചിരിക്കുന്നു. നമുക്ക് 2 കിബിലയുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന് നമുക്കൊക്കെ അറിയാം, ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ ഒരു കിബിലയായിട്ട് അള്ളാഹുലേക്ക് ആരാധിക്കുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ നമ്മൾ തിരിയുന്നത് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മുഖം തിരിക്കുമ്പോൾ. മുഖം എന്ന് പറയുമ്പോൾ ശരീരം, മുഖം ഏറ്റവും ശറഫാക്കപ്പെട്ട മുഖമാണ്. മുഖം എവിടേക്കാണോ തിരിയുന്നത് അവിടേക്കാണ് ശരീരം തിരിയുന്നത്. ആരും തിരിഞ്ഞിട്ടല്ല നോക്കാറ്, തീർച്ചയായിട്ടും നേരെ ഫേസ് ടു ഫേസ് ആയിരിക്കും. നമുക്കൊക്കെ അറിയാമല്ലോ അത്. അതുകൊണ്ട് തന്നെ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദിൽ ഹറാമിന്റെ ബാങ്കുള്ളേ താങ്കളുടെ മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം മുഖം ഒരുപോലെ തിരിക്കുന്നു. അത് നമ്മുടെ കിബിലയാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിനുള്ള മഹത്തായ ഒരു ഭാഗമാണ് കിബിലയിലേക്ക്. പക്ഷെ നമ്മുടെ മനസ്സിനും ഒരു കിബിലയുണ്ട് പ്രിയപ്പെട്ടവരെ. തഖ്വയുള്ള മനസ്സ്, തഖ്വയിൽ അധിഷ്ഠിതമായ മനസ്സ് വരാൻ ഒരു കിബില വേണം. ആ കിബിലയിലേക്ക് തീർച്ചയായും തിരിഞ്ഞിരിക്കണം. ഏതാണ് കിബില? ആ കിബില എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആന്തരികമായി അർത്ഥതലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, അത് മാനവീയായി എന്നൊക്കെ പറയും, മീനിങ്ങിലൂടെ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ആ കിബില പരിശുദ്ധമായ മദീനയാണ്. ആ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശമാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്ദേശം. ആ തങ്ങളുടെ ജീവിതമാണ് നമ്മുടെ ജീവിതമായിരിക്കേണ്ടത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. മറ്റൊന്ന്, ഖുൽ ഇൻ കുൻതും തഹിബ്ബുനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണോ? നിങ്ങൾ അള്ളാഹുവിൽ ഈമാൻ ഉണ്ടോ? മഹബ്ബത്ത് ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മഹബ്ബത്താണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണം. ആ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഉനി, എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക. തീർച്ചയായും നമ്മുടെ മനസ്സിന്റെ കിബില, നമ്മുടെ ജീവിതത്തിന്റെ കിബില, ആ കിബിലയാണ് മദീന. മദീനയിൽ ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ നമുക്ക് കാണിച്ചു തന്നത് ആ റസൂലിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. ഏതൊരു ഭാഗം നമ്മുടെ മനസ്സ് അങ്ങോട്ടാണ് വരേണ്ടത്. നമ്മളൊരു ഒരു സുന്നത്ത് എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് അത് ഒരു പ്രായോഗിക തലത്തിൽ, അതിന് കേവലം ഒരു അർത്ഥതലത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് വിലയിരുത്തുന്ന അടിസ്ഥാനത്തിൽ അല്ല. തീർച്ചയായിട്ടും ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ച ശിക്ഷയില്ലല്ലോ, അത് ആ അർത്ഥത്തിലല്ല. തീർച്ചയായും ഒരു മഹബ്ബത്തിന്റെ ഭാഗമാണ്, അതൊരു കിബിലയുടെ ഭാഗമാണ്, അതൊരു ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വീട് വലത് കാല് വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്, ആ റസൂലുള്ളാഹിന്റെ മാർഗം ജീവിതത്തിൽ ഓരോന്നും എത്ര ചെറുത് വലുത് എന്ന് വിലയിരുത്തുന്നത്, ആ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. എല്ലാം വലുതാണ്, എല്ലാം പ്രധാനപ്പെട്ടതാണ്, എല്ലാം മാറൂഫാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ആ കിബിലയും നമ്മുടെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കുക, വെറും ശരീരത്തിന്റെ കിബില മാത്രം ക്ലിയറായി, ഹൃദയത്തിന്റെ കിബിലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുൽബ എന്ന് പറയില്ലേ, കലബ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു എന്നാണ് വാക്കിന്റെ അർത്ഥം. കൽബറിനെ എപ്പോഴും ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അത് മറിയാതെ ഒരേ പൊസിഷനിലേക്ക് സിറാത്തുൽ മുസ്തഖീമിൽ കൊണ്ടുപോവേണ്ട ബാധ്യത തീർച്ചയായിട്ടും നമുക്കുണ്ട്. അതുകൊണ്ടാണ് 5 നേരം അത് ചോദിക്കാനും പറഞ്ഞത്. എപ്പോഴും മറിഞ്ഞുകൊണ്ടിരിക്കാം, എപ്പോഴും മറിഞ്ഞ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കാം, പക്ഷെ അത് പാടില്ല. തമ്പുരാനെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സന്മാർഗത്തിലൂടെ എന്നും സ്ഥിരമായി നിലനിർത്തണേ നാഥ എന്ന് അതിന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനം എഴുതിയവരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ശരീരത്തിന്റെ കിബില മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിന്റെയും കിബില ഉണ്ടായിരിക്കണം, ഹൃദയത്തിന്റെ വഴി ഉണ്ടായിരിക്കണം. ശരീരത്തിന്റെ കിബില ക്ലിയറാക്കി, പക്ഷെ കൽബ് കുൽബായാൽ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പ്രായോഗിക തലങ്ങളുണ്ട്, മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായ ഭാഗങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, അങ്ങനെ നമ്മൾ കിബിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലുന്നൊരു പ്രതിജ്ഞയുണ്ടല്ലോ, നമ്മൾ ചെല്ലുന്ന ഒരു ഏൽപ്പിച്ചു കൊടുക്കലുണ്ട്, നമ്മൾ ചെല്ലുന്ന ഒരു പ്രതിജ്ഞ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. തമ്പുരാനെ, ഞാൻ മുശ്രിക്കപ്പെട്ടവനല്ല, ഞാനിതാ എന്റെ ഭാഗം ആകാശഭൂമികളെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന തമ്പുരാനെ നിന്നിലേക്ക് മുന്നിടിച്ചിരിക്കുന്നു.
ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹ് ഇന്ന സ്വലാത്തി വനുസുക്കി, നിശ്ചയം എന്റെ നിസ്കാരം, എന്റെ മറ്റ് കർമ്മങ്ങൾ ലില്ലാഹി റബ്ബുൽ ആലമീൻ, സർവശക്തനായ അള്ളാഹുവിനിക്കുള്ളതാണ്. നോക്കൂ, എന്നിട്ട് പറയുന്ന എന്താ? എന്റെ ജീവിതവും മഹ്യായ വമമാത്തി, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും എന്റെ നിശ്ചലനവും എല്ലാം പരിപാലിക്കുന്ന ഗണ്യാന്താവായ അള്ളാഹുവിനിക്കുള്ളതാണ്. ലാ ശരീക ലഹു അബിദാലിക ഉമിർതു, അതുകൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടു വാന മിനൽ മുസ്ലിമീൻ, വാന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണ്. സ്വാഭാവികമായിട്ട് ഞാൻ എല്ലാം അനുസരിക്കുന്നവൻ. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഈ ഭൗതിക ലോകത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ പലവരും ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. നമുക്കറിയാലോ, ഡോക്ടറുടെ അടുത്തേക്ക് നമ്മുടെ ശരീരം ഏൽപ്പിച്ചു കൊടുക്കുന്നു. സത്യത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഡോക്ടർ എന്താണോ പറയുന്നത് ആ പറയുന്നത് നമ്മൾ അനുസരിക്കും. 3 നേരം 4 നേരം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമ്മളത് കഴിക്കും. വിടി വലിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മളത് വലിക്കില്ല. അതൊക്കെ സ്വാഭാവികമാണ്, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. സത്യത്തിൽ നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. എന്താ ഒപ്പിട്ട് കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താ? എന്താ ഒപ്പിടുന്നതിന്റെ അർത്ഥം? എന്റെ ശരീരം കംപ്ലീറ്റ് നിങ്ങൾ ഏൽപ്പിച്ചു തന്നു. ഇനി എന്തായിരുന്നാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല, ഒരു പ്രയാസമില്ല. അത് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇനി അതിൽ പഴച്ചാലും വേണ്ടില്ല, അത് സക്സസ് ആയാലും വേണ്ടില്ല, അതിൽ ഫെയിൽഡ് ആയാലും വേണ്ടില്ല, ഒരു പ്രയാസവും അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല. ഇത്രത്തോളം ശരീരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഒരു എഞ്ചിനീയർക്ക് വീട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അയാൾ എന്താണോ പറയുന്നത് അതിന്റെ അപ്പുറം ഒന്നും നമ്മൾ അനുസരണക്കേട് കാണിക്കില്ല. അതിനുവേണ്ടി എത്ര ക്യാഷും നമ്മൾ ചെലവഴിക്കും, അതിനുവേണ്ടി എന്ത് മോഡിഫൈ ചെയ്യാനും നമ്മളൊന്നും മടിക്കില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, ഒരു നിമിഷം നമ്മളൊക്കെ മനസാക്ഷിയോട് ചോദിക്കുക, സ്വന്തത്തോടെ ഈ പരിശുദ്ധമായ അറഫ ദിനത്തിൽ, ഈ പരിശുദ്ധമായ രാവിൽ, ഈ പരിശുദ്ധമായ ഹജ്ജിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന സത്യമാണോ? അത് യഥാർത്ഥത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അർത്ഥതലം, അങ്ങനെ ഒരു പ്രായോഗികമായിട്ട് വാക്കിലല്ലാതെ, ഏടുകളിലല്ലാതെ, പാട്ടിലല്ലാതെ നമ്മളൊരു പ്രായോഗിക തലത്തിൽ വരുന്നുണ്ടോ എന്നൊരു ചിന്ത, ആ ചിന്ത വളരെ പ്രസക്തമായിരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യത്തിൽ ഇത് ഉപദേശിക്കുകയല്ല, ഇതൊരു പ്രസംഗിക്കുകയല്ല, അല്ലെങ്കിൽ ഇതൊരു ക്ലാസ് ആണ്, ഇത്തരത്തിൽ ഒരു ഉപദേശമാണ് എന്നല്ല. നമ്മളെ കുല്ലുക്കും സവാസിയ, നമ്മളൊക്കെ ഇതിൽ സമന്മാരാണ്, എല്ലാവരും തുല്യമാണ്. അബ്ദുറഹ്മാൻ ഫൈസി, കൊടുമുടി എന്നൊക്കെ നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ട് പറയുന്നല്ലാതെ സത്യത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് അയാളാണ് ഞാനും നിങ്ങളും എല്ലാം ഇതിൽ സമന്മാരാണ്. നമ്മളൊക്കെ സ്വന്തം പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? സത്യത്തിൽ ഇവിടെയാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന മഹാപുരുഷൻ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇത്തിബാഅ്, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഫോളോ ചെയ്യണേ എന്നത് ഈ വിഷയത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏൽപ്പിച്ചു കൊടുത്തു, തന്റെ കുടുംബത്തിനെ ഏൽപ്പിച്ചു, തന്റെ ശരീരം ഏൽപ്പിച്ചു, തന്റെ ജീവിതം ഏൽപ്പിച്ചു, തന്റെ എല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സർവശക്തനായ അള്ളാഹുവിന്റെ ഒന്ന് ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ചതിന് വിഘ്നമായി നിന്ന വഴികളെ മുഴുവൻ വെട്ടിമാറ്റി സുന്ദരമായി തന്റെ പ്രിയപ്പെട്ട മോനെ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോയി എന്നത് ചരിത്രത്തിന്റെ എത്രത്തോളം വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം വലിയ വെളിച്ചം വീശിയ, ലോകത്ത് ഇത്രത്തോളം മാതൃകയായിട്ട് വെളിച്ചം നൽകിയ ഒരു സന്ദേശം വേറെയുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ? തന്റെ മകന്റെ കഴുത്തറക്കാൻ, തന്റെ മകന്റെ കഴുത്തിൽ മൂർച്ചേരിയ കടാർ വെച്ചുകൊണ്ട്, ആ കടാർ വെച്ച് അടുത്ത മൊമെന്റിൽ അറുക്കുമെന്ന ഘട്ടം വന്നപ്പോഴുകൂടെ ഇതാ അടുത്ത നിമിഷം അറുക്കുന്നു, ഒരൊറ്റ നിമിഷം. അപ്പോഴാണല്ലോ ലോകം അത്ഭുതപ്പെട്ടത്. പ്രപഞ്ചം, അതുപോലെ ആകാശഭൂമികൾ പോലും അത്ഭുത സ്തംഭരായിട്ട് നിന്നുപോയി എന്നല്ലേ ചരിത്രം. മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആടുമായിട്ട് ആ സ്പോട്ടിൽ, ഓൺ ദി സ്പോട്ട് ആടുമായിട്ട് വരികയും വേഗത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ആടിനെ ബലിയർപ്പിക്കാൻ പറയുകയും തന്റെ ദൗത്യം പരിപൂർണമായിട്ട് നിർവഹിച്ചിരിക്കുന്നു, തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചു. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിന്റെ പ്രായോഗിക തലം അവിടെ വ്യക്തമായിട്ട് നോക്കണേ നിങ്ങൾ. ആ പ്രായോഗിക തലം വ്യക്തമായിട്ട് വരികയാണ്. ഹജ്ജ് കർമ്മത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട മഹത്തായത് ഇവിടെയാണ്. ഒരു ഇസ്ലാം നമുക്ക് തരുന്ന മുസ്ലിം, ആ മുസ്ലിമിന്റെ അനുസരണത്തിലൂടെ വരുന്നത് തഖ്വയാണ്. ഈ ഹജ്ജിന്റെ എല്ലാ ഭാഗങ്ങളിലും വരുന്നതും അത് തന്നെയാണ്, തഖ്വ എന്ന് പറയുന്നത്. മറ്റൊന്നും അവിടെ കാണാനില്ലല്ലോ. സത്യമല്ലേ പറയുന്നത്? മിനയിൽ എന്താ കാണാനുള്ളത്? അറഫയിൽ എന്താണ് കാണാനുള്ളത്? സഫയും മറുവയിലും എന്താണ് കാണാനുള്ളത്? ഒന്നും കാണാനില്ല. അവിടെ വലിയൊരു ബിൽഡിംഗ് അല്ലല്ലോ, വലിയ അത്ഭുതത്തോടെ, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണോ കഅബ? എങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതമായ ബിൽഡിംഗ് ആണ്. എന്ത്? ആത്മീയമായ ബിൽഡിംഗ്, ആത്മീയമായിട്ടുള്ള അവന്റെ മനസ്സിൽ കുടികൊള്ളുന്ന ഏറ്റവും മഹത്തായ ബിൽഡിംഗ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം. അല്ലാതെ ഒരു ഭൗതിക വീക്ഷണ കോണിലൂടെ, ഭൗതിക കണ്ണുകൊണ്ട് വിലയിരുത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണിൽ വരുന്ന ദർശനം അത്തരത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ബാഹ്യമായ ജാട
ജാടകൾക്കപ്പുറം, ഇസ്ലാമിൽ ബാഹ്യമായ ജാടകൾക്കപ്പുറം, അല്ലെങ്കിൽ ഏതെങ്കിലും കോലങ്ങൾക്കപ്പുറം, രൂപങ്ങൾക്കപ്പുറം, പ്രച്ഛന്ന വേഷങ്ങൾക്കപ്പുറം പരിശുദ്ധ ഇസ്ലാം നൽകുന്ന മഹത്തായിട്ടുള്ള തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന, കോലങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ചിന്തിക്കേണ്ട വലിയ പ്രധാനപ്പെട്ടത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടമെന്നാണ്. മനുഷ്യരുടെ നോട്ടത്തിന്റെ അപ്പുറം അള്ളാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. ഇവിടെയാണ് വലിബാസു തഖ്വ ദാലിക ഖൈർ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഓരോരുത്തരും വസ്ത്രം ധരിക്കുന്നോ അവന്റെ ജീവിതത്തിൽ മർമ്മപ്രധാനമായ ഒരു ഘടകമാണ് വസ്ത്രം. ഭക്ഷണം, വസ്ത്രം എന്ന് പറയുന്നത്, അവനും ഭക്ഷണം വസ്ത്രവുമാണ് ഒരാളുടെ വളരെ പ്രധാനപ്പെട്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ ഭക്ഷണം വസ്ത്രത്തിന് വേണ്ടിയാണ് അവന്റെ അധ്വാനവും അവന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളുമാണ് നീക്കിവെക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ഘടകത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മഹത്തായ ഒരു വചനമുണ്ട്. ഒന്ന്, വലിമാസു തഖ്വ ദാലിക ഖൈർ. മോനെ, നീ ഏത് വസ്ത്രം ധരിക്കുകയാണെങ്കിലും ആ വസ്ത്രത്തിന് മുമ്പ് നീ ധരിക്കേണ്ട ഒരു വസ്ത്രമുണ്ട്. ഏതാണ് ആ വസ്ത്രം എന്നറിയുമോ? വലിമാസു തഖ്വ. തഖ്വ എന്ന് പറയുന്ന വസ്ത്രമാണ്. ആ തഖ്വ എന്ന് പറയുന്ന വസ്ത്രം നിനക്ക് ലഭിക്കുക എവിടെ നിന്നാ? ഈ മുസ്ലിം ഈ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ, ഈ പ്രായോഗിക ജീവിതത്തിന്റെ ഈ പ്രായോഗിക സമതലങ്ങളിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന മഹത്തായിട്ടുള്ള വെളിച്ചമാണ് ആ തഖ്വ. ആ തഖ്വയുണ്ടാകുമ്പോഴേ ആ തഖ്വ നീ ആദ്യം ധരിക്കണം. മനസ്സിന് ധരിക്കേണ്ട വസ്ത്രം അതാണ് വലിബാസു തഖ്വ. അല്ല തെറ്റിദ്ധരിക്കുക എന്നാണല്ലോ നമ്മൾ പറയാം. തെറ്റിദ്ധരിക്കുക എന്താ അതിന്റെ അർത്ഥം? അയാൾ തെറ്റിദ്ധരിച്ചവനാ എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ അയാൾ എന്തോ ധരിച്ചു വെച്ചിരിക്കുന്നു. ആവശ്യമില്ല, ധരിക്കുക. ഇതുപോലെ തഖ്വ എന്ന വസ്ത്രമാണ് തഖ്വ എന്ന വസ്ത്രം ദാലിക ഖൈർ, അതാണ് ഉത്തമം. അതുപോലെ ഹാജിമാരോട് പ്രത്യേകമായിട്ട് നമുക്കറിയാമല്ലോ, ഹജ്ജിന് പോകുന്ന ആളുകളെ പരാമർശിക്കുന്ന ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വചനം നോക്കൂ. വഖൈറുസ്സാദി തഖ്വ. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? നീ പല ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഏത് ഭക്ഷണം കഴിക്കുമ്പോൾ മോനെ നീ ആദ്യമായി കഴിക്കേണ്ട ഭക്ഷണം വഖൈറുസ്സാദി തഖ്വ, തഖ്വ എന്ന് പറയുന്ന ഭക്ഷണമാണ്. ആ ഭക്ഷണമാണ് നീ സംഭരിക്കേണ്ടത്, അതാണ് നീ കഴിക്കേണ്ടത്. ആ ഭക്ഷണം നിന്റെ കയ്യിലുണ്ടായിരിക്കണം. എങ്കിലേ മറ്റേ ഭക്ഷണത്തിന് അർത്ഥമുള്ളൂ, അതുപോലെ മറ്റേ വസ്ത്രത്തിന് അർത്ഥമുള്ളൂ എന്ന വ്യക്തമായ കാഴ്ചപ്പാട് എന്റെ പ്രിയപ്പെട്ടവരെ ആകെ തലത്തിൽ മൊത്തമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ തഖ്വ എന്ന് പറയുന്ന മഹത്തായ സന്ദേശം അതാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആ തഖ്വ ലഭിക്കുമ്പോൾ ആ തഖ്വയിലൂടെ തവക്കുൽ ഉണ്ടാകുന്നു എന്നതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുഴുവൻ അള്ളാഹു ഏൽപ്പിച്ചു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിന്റെ ഏത് ചരിത്ര കോണുകളിൽ നിങ്ങൾ വിലയിരുത്തുക, ഏത് ചരിത്ര ഭാഗങ്ങളിലൂടെ നിങ്ങൾ പാലായനം ചെയ്യുമ്പോഴും നിങ്ങൾ പ്രയാണം ചെയ്യുമ്പോഴും നിങ്ങൾ പരിശോധിക്കുമ്പോഴും നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന്റെ മുമ്പിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വചനം എന്തായിരുന്നു? അവിടെ ഇസ്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ജീവിതം അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തതിലൂടെ തഖ്വയിൽ അധിഷ്ഠിതമായി അവിടെ തവക്കുൽ സംഭവിച്ചു എന്നതാ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അത്ഭുതത്തോടുകൂടെ കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിന് മുമ്പിൽ പകച്ചു നിൽക്കാത്ത മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ മുമ്പിൽ ചെയ്തതെന്താ? നമ്രൂദിനെ പോലും കിങ്കരന്മാരെ പോലും ഞെട്ടിക്കുമാർ അത്ഭുതത്തോടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൂസലില്ലാതെ നിന്നത് തവക്കുലിന്റെ ഒരു മുത്തഖിയായ ഒരു ഉത്തമനായ മുസ്ലിമിന്റെ സുന്ദരമായ ഒരു വഴിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരച്ചു കാണിച്ചത്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജിബ്രീൽ അലൈഹി സ്വലാം പോലും അത്ഭുതത്തോടെ വന്നുകൊണ്ട് പറഞ്ഞില്ലേ, എന്താണ് ഇബ്രാഹിം ഞങ്ങൾ ചെയ്യേണ്ടത്? എന്ത് വേണമെങ്കിലും ചെയ്യാം ഇബ്രാഹിം, അങ്ങേ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ട വലിയ ഒരു ഭാഗം എന്താണെന്നറിയോ? വലിയ ഒരു കാര്യം എന്താണെന്നറിയോ? ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. നോക്കണേ നിങ്ങൾ, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹ് മതി, എനിക്കല്ലാഹ് മതി. വനിഅമൽ വക്കീൽ, വനിഅമൽ വക്കീൽ, ഞാൻ എന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച, കണ്ടോ, ഞാൻ എന്റെ കാര്യങ്ങൾ എല്ലാം സമർപ്പിച്ച എന്റെ റബ്ബ്, ആ റബ്ബിനേക്കാൾ അത്യുന്നതനായിട്ട് ആരുണ്ട്? എനിക്കെന്തിനാ മറ്റുള്ളവർ? വനിഅമൽ മൗല വനിഅമൻ നസീർ, എന്നെ സഹായിയായിട്ടും എനിക്ക് സഹായിക്കാനും എന്റെ നേതാവും എന്റെ എല്ലാം എന്റെ രക്ഷിതാവും എന്റെ റബ്ബാണ് എന്ന വ്യക്തമായ സന്ദേശമല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നത്? അതല്ലേ ലോകത്തിന് ഏറ്റവും വലിയ പാഠമായിട്ടുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, ആലോചിക്കുക. ഞാൻ വിശദീകരിക്കുകയല്ല. അവിടെ ഏറ്റവും വലിയ ഈ മഹത്തായ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വലിയൊരു കുടുംബത്തിനെയാണ്, തന്റെ പ്രിയപ്പെട്ട പത്നി ഹാജറ ബീവി. നോക്കൂ നിങ്ങൾ, ആ ഹാജറ ബീവിയെയും തന്റെ പിഞ്ചു കുഞ്ഞിനെയും അവിടെ കഅബയുടെ ഭാഗത്ത് ഭ്രാന്തപ്രദേശമായ കഅബ, ഹിംസ്ര ജീവികൾ വസിക്കുന്ന കഅബ, ആ കാലഘട്ടത്തിൽ അന്ന് കാടുപിടിച്ചടക്കുന്ന മലമ്പ്രദേശമായിരുന്നു. ഹിംസ്ര ജീവികൾ വസിക്കുന്ന ആ ചുറ്റുഭാഗം മലകളും അത് പാറകളും പാറക്കെട്ടുകളും നിറഞ്ഞ ആ മണലാരുണ്യത്തിൽ, ആ കാടം പ്രദേശത്ത്, ആരാരുമില്ലാത്ത സ്ഥലത്ത് തന്റെ പ്രിയപ്പെട്ട പത്നിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അതുപോലെ തന്നെ മകനെയും കൊണ്ടേ നിർത്തുമ്പോ ചോദിച്ചില്ലേ ഹാജറ ബീവി, അതല്ല പ്രവാചകരെ, അങ്ങ് ഇവിടെ ഞങ്ങളെ ഒറ്റയ്ക്കിട്ടേച്ച് പോവുകയാണോ? ഞങ്ങൾക്കാരും തുണയില്ലല്ലോ, അങ്ങ് ഇവിടെ ഞങ്ങൾ തനിച്ചാക്കി പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ മറുപടി എന്താ പ്രിയപ്പെട്ടവരെ? മറുപടി എന്താ? തീർച്ചയായും അതെ,
ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് പറയുമ്പോൾ ഒരു ലെവലേശം പോലും കൂശാതെ വളരെ സുന്ദരമായിട്ട് ആ കൽപ്പന അംഗീകരിച്ച് അതിനോടുള്ള കോർപ്പറേഷൻ സഹകരണമാണ്, പരിപൂർണമായിട്ട് അള്ളാഹുവിൽ തവക്കലാക്കിക്കൊണ്ടുള്ള ഈ തഖ്വയിൽ അധിഷ്ഠിതമായ സഹകരണമാണ് ആ കുടുംബ സഹകരണം. അതുകൊണ്ടല്ലേ സഫയും മർവയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഹാജറ ബീവിയാണ്. ഏതാണ് ഹാജറ ബീവി? നമുക്കറിയാം, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കെഞ്ചിയ മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ആ വറ്റി വരണ്ട വായക്കകത്ത്, ഒരു തുള്ളി ദാഹിച്ച് പൊരിയുന്ന വായക്കകത്ത് ഒരു തുള്ളി വെള്ളം വെച്ചു കൊടുക്കാൻ പോലും വെള്ളമില്ലാതെ കഷ്ടിച്ച് വളരെ പ്രയാസപ്പെടുന്ന ഹാജറ ബീവി സഫയുടെയും മർവയുടെയും ഇടയിലൂടെ സഹിച്ചത് ലോക മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ പാഠമായി. തവക്കുലിന്റെയും തഖ്വയുടെയും ഇസ്ലാമിന്റെയും മുസ്ലിമാകുന്നതിന്റെയും ഏൽപ്പിച്ചു കൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം എന്ന മഹത്തായ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ സയ്യിലൂടെ നാം കണ്ടെത്തുന്നത്. അല്ലാതെ ഒരാൾ മർവത്തിന്റെ ഇടയിൽ ഒരു ബാഹ്യമായ ഒരു ബാഹ്യ ഭൗതിക വീക്ഷണകോണിൽ വിലയിരുത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സഫയുടെ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫയ്ക്ക് ഇങ്ങനെ ഓടുക, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുക, എന്തർത്ഥമാണ് അവൻ അതിൽ കണ്ടെത്തുക? ബാഹ്യമായി ചിലപ്പോൾ ഒരർത്ഥം അവനതിൽ കണ്ടെത്തിയെന്ന് വരില്ല. പക്ഷേ ഒരു മുസ്ലിമിന് കിട്ടുന്ന വെളിച്ചം ആന്തരികമായി ആത്മീയമായി അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. ആ എണ്ണാൻ കഴിയാത്ത, അളന്ന് ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത വലിയ സമതലങ്ങൾ അതിനകത്തുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. ആ സമതലങ്ങൾ അള്ളാഹു നമുക്കത് മാതൃകയാക്കി തന്നത് ഈ തഖ്വ കിട്ടുവാനാണ്, ഈ തവക്കുൽ കിട്ടുവാനാണ്, ഈ ഇസ്ലാമിന്റെ മുസ്ലിം കിട്ടുവാനാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ആ കുടുംബത്തിന്റെ സഹകരണത്തിലൂടെ നമുക്ക് കിട്ടിയ ഒരു കുടുംബത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വിരുന്നുണ്ട്. നമ്മളൊരു കുടുംബത്തിൽ ചെന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു സ്വീകരണമുണ്ടാകും, ഇല്ലേ? നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ കിട്ടും, അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ ആഹാരം കിട്ടും. അവിടെ നിന്ന് അതുപോലെ നമ്മൾ സൽക്കരിക്കും. എങ്കിൽ ഹാജിമാരെ സൽക്കരിക്കുന്ന ആ കുടുംബം ഏതാണെന്നറിയോ? ഹജറ ബീവിയുടെയും മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ആ പിഞ്ചു മോന്റെ പ്രിയപ്പെട്ട പിതാവുമായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും. ആ കുടുംബം ഓരോ ഹാജിമാർക്കും തരുന്ന ഖിയാമത്ത് നാൾ വരെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ട്, ഒരു ഭക്ഷണമുണ്ട്, ഒരു വിഭവസമൃദ്ധമായ ആഹാരമുണ്ട്. ഏതാണ് ആ ഭക്ഷണം? ഏതാണ് ആഹാരം? നിങ്ങൾക്കറിയോ? അതാണ് സംസം. എന്റെ പ്രിയപ്പെട്ടവരെ, സംസം ഹജറ ബീവിയുടെ സഅയിലൂടെ തമ്പുരാനെ മുഴുവൻ സമർപ്പിച്ചപ്പോ, സിട്ടാവെ അള്ളാഹുവിന് മുഴുവൻ സമർപ്പിച്ചപ്പോ പടച്ച തമ്പുരാൻ എന്നേക്കുമായി ലോകത്തിന് മാതൃകയായിട്ട് ആ കുടുംബത്തിന് നൽകിയ സംസം നമുക്ക് തന്നിരിക്കുകയാണ്. അത് നമുക്ക് ഇട്ടിരിക്കുകയാണ്. ആ വിരുന്നാണ് നമുക്ക് കിട്ടുന്നത്. ആ വെള്ളമാണ്, ആ സംസം അത് ഭക്ഷണമാണ്, ആ സംസം അത് പാനീയമാണ്, ആ സംസം എല്ലാമാണ്. എന്താണോ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് സംസമിൽ നിന്ന് കിട്ടും. നിങ്ങൾ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് സംസം കുടിക്കുന്നത് അത് തന്നെയാണ് സംസമിലുള്ള ഫലം എന്ന് നമ്മളൊക്കെ ഹദീസിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട മഹത്തായ സന്ദേശം, നമ്മൾ മനസ്സിലാക്കേണ്ട എത്ര അർത്ഥങ്ങളാണ്, എത്ര പാഠങ്ങളാണ്, എത്ര ദൃഷ്ടാന്തങ്ങളാണ് ഹജ്ജ് വേള, ഹജ്ജൊക്കെ നമുക്ക് തരുന്നത്. ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് അർത്ഥതലങ്ങൾ. ആ സമതലങ്ങൾ അളന്നെടുക്കാൻ നമുക്ക് കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ സംസം നമ്മുടെ മുമ്പിലുണ്ടായത്, അതുകൊണ്ടല്ലേ ഹാജറ ബീവിയുടെ സഫയും മർവയും നമുക്ക് വന്നത്. ഇതെല്ലാം നമുക്ക് തരുന്നത് ഇത്തരത്തിലുള്ള വലിയ വലിയ പാഠങ്ങളാണ്. ഇതിലൂടെ ഇസ്ലാം മുസ്ലിമിനെ തന്നു. മുസ്ലിം തഖ്വയിൽ അധിഷ്ഠിതമായി മുത്തക്കിയെ ലഭിച്ചു. ആ മുത്തക്കിയിലൂടെ തവക്കൽ വന്നു. ആ തവക്കലിലൂടെ മുഹ്സിനായി മാറുകയാണ്. ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള മനുഷ്യൻ മുഹ്സിൻ. ഏറ്റവും വലിയ യഥാർത്ഥം സത്യമായി ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ചവനേക്കാൾ ഭംഗിയായിട്ട് മറ്റാരുണ്ട്? അള്ളാഹുവിന്റെ വചനത്തിനേക്കാൾ, ആ വചനം ഉരുവിടുന്നതിനേക്കാൾ ഭംഗിയായിട്ട് മറ്റൊന്നുള്ളൂ. വമൻ അഹ്സനു ഖുർആൻ ചോദിക്കുന്നില്ലേ? അള്ളാഹുലേക്ക് വിളിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടൊരു വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? അതിനേക്കാൾ ഉത്തമമായ ഒരു ഭംഗിയായ വാക്ക് എന്തുണ്ട്? അതുകൊണ്ട് ബാഹ്യമായ ജാടകളല്ല ഭംഗി, അതൊക്കെ സീനത്താണ്. ആ സീനത്തിന് പ്രൗഢിയാണ്. ആ പ്രൗഢിക്ക് എന്നാണോ ഇഹ്സാനിലേക്ക് കടന്നു വരുന്നത്, ഈ വഴി സ്വീകരിച്ചുകൊണ്ട് ഇഹ്സാനിലേക്ക് കടന്നു വരുന്നത്. സമ്പത്ത് ഈ വഴിയിലൂടെ ഇഹ്സാനിലേക്ക് എത്തണം, അതുപോലെ സന്താനങ്ങൾ ഈ വഴിയിലൂടെ ഇഹ്സാനിലേക്ക് എത്തണം, അതുപോലെ കുടുംബം ഈ വഴിയിലൂടെ ഇഹ്സാനിലേക്ക് എത്തണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു പിതാവ് ഈ വഴിയിലൂടെ ഇഹ്സാനിലേക്ക് എത്തുന്നു, അതുപോലെ കുടുംബം ഈ വഴിയിലൂടെ എത്തുന്നു. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്റെ മക്കളും ഭാര്യ എല്ലാവരും ഈ വഴിയിലൂടെ എത്തുമ്പോൾ തീർച്ചയായും മുഹ്സിനായി തീരുന്നു. ആ മുഹ്സിനീങ്ങളുടെ പ്രതിഫലം ഒരിക്കലും അള്ളാഹു നഷ്ടപ്പെടുത്തില്ല. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾക്കറിയാം, വകദാലിക നിജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചു ഭാഗത്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്രകാരം നിജ്സിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് നാം പ്രതിഫലം കൊടുക്കും. എത്ര സുന്ദരമായ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. ഇനിയും എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നുണ്ട്. ഈ
മഹത്തായ സന്ദേശം എത്ര പറഞ്ഞാലും മതിവരില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ വചനങ്ങൾ പറയുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ വിലയിരുത്തുമ്പോൾ, ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ ഈ സന്ദേശങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ അത്ഭുതത്തിന്റെ വലിയ വലിയ വാതായനങ്ങൾ തുറക്കപ്പെടുകയാണ്. വലിയ വലിയ ലോകത്തേക്ക് നാം പറന്നുയർന്നതുപോലെ നമുക്ക് തോന്നും. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ചില ഭാഗങ്ങളായിട്ട് കണ്ടെത്താൻ കഴിയും. ആഴമേറിയ ആഴിയിലൂടെ ഊളമിട്ട് പോകുന്നത് പോലെ നമുക്കതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മളിങ്ങനെ ചെന്ന് വീഴുന്നതായിട്ട് നമുക്ക് ദർശിക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രത്തോളം വലുതാണ്. ഏതായിരുന്നാലും ഞാൻ നിർത്തുകയാണ്. സത്യം, സമത്വം, സ്നേഹം, സഹോദര്യം, ഐക്യം തുടങ്ങിയ സനാതന മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നവരാണ് മുസ്ലിങ്ങൾ. കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് സംസ്കാര സമൂഹം, നിങ്ങളാണ് ഉത്തമ സമൂഹം. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, സർവ്വജനീയമായ നന്മകളെ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നു. സത്യം, സമത്വം, സ്നേഹം, സഹോദര്യം, ഐക്യം തുടങ്ങിയ സനാതന മൂല്യങ്ങൾ സാമൂഹ്യ മനസ്സ് എക്കാലത്തും സംസ്കാരത്തിന്റെ ഏടുകളായിട്ട് വിലയിരുത്തിയ ഏറ്റവും വലിയ മൂല്യങ്ങളാണ് ഈ മൂല്യങ്ങൾ. ഏറ്റവും വലിയ വിലകളാണിത്, ഏറ്റവും വലിയ ധർമ്മങ്ങളാണിത്. ഈ ധർമ്മങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അത് കൽപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവനാണ് ഉത്തമ സമൂഹമായ നിങ്ങൾ അഥവാ മുസ്ലിങ്ങൾ, ലോക മുസ്ലിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല വതുഅ്മിനൂന ബില്ലാഹ്, അതുപോലെ വതൻഹൗന അനിൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ മഅറൂഫിന്റെ ഓപ്പോസിറ്റായ സാമൂഹ്യ മനസ്സുകളെ എക്കാലത്തും മോശമായി, നികൃഷ്ടമായി, നീചമായി കണക്കാക്കി അകറ്റി നിർത്തിയ സാമൂഹ്യ തിന്മകൾ, ആ തിന്മകളെ തൊട്ട് വിലക്കുന്നവരാണ് നിങ്ങൾ, അത് നിരോധിക്കുന്നവരാണ് നിങ്ങൾ. ഒരു കൽപ്പനയും ഒരു നിരോധനവും അതോടുകൂടെ ജീവിതത്തിന്റെ സംസ്കാര തലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നു. എങ്കിൽ അതോടുകൂടെ വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടായിരിക്കുക, മുഅ്മിനായിരിക്കുക. ആ ഈമാനും ഈ മൂന്ന് കാര്യങ്ങളും കൂടെ സമന്വയിക്കുമ്പോഴാണ് ലോകത്ത് ദുനിയാവിലും ആഖിറത്തിലും അത്യുന്നതമായ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ടല്ലേ ഹജ്ജിന്റെ ഭാഗവുമായിട്ട് പരാമർശിച്ച ഭാഗത്താണ് പ്രിയപ്പെട്ടവരെ, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ മാത്രം നന്മ കൊണ്ട എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഈമാനില്ല. ഫമലഹും ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് ആഖിറത്തിൽ ഒരു വിഹിതമില്ല. പക്ഷേ ആ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളുടെ ദുആ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. കണ്ടോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലും ആഖിറത്തിലും ഹസന. മഅറൂഫും അതുപോലെ മുൻകറുമായിട്ടുള്ള ആ സാമൂഹ്യ സനാതന മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് കൽപ്പിക്കുകയും അത് നിരോധിക്കുകയും ചെയ്തതോടുകൂടെ തന്നെ വതഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്, ഈമാനാകുന്ന ആ ഏറ്റവും ജീവിതത്തിന് വിജയകരമായ അനിവാര്യമായ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്നതോടുകൂടെ ദുനിയാവിലും ആഖിറത്തിലും നന്മ ഉൾക്കൊള്ളുന്ന ഏറ്റവും ഉത്തമ സംസ്കാരത്തിന്റെ ഒരു സമൂഹമായിട്ട് നിങ്ങൾ മാറുന്നു എന്ന വ്യക്തമായ കാഴ്ചപ്പാട് ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇതാണ് ഈ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. നമ്മുടെ ഐഡന്റിറ്റിയാണ്, നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും കൊണ്ട് നടക്കേണ്ട മഹത്തായ ഒരു ആയുധമാണ്, ഒരു ദുആയാണ്. എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യൻ ഉച്ചരിക്കേണ്ട, അവന്റെ നാക്കിലൂടെ വരേണ്ട റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഹാജിമാർ അറഫയിലും അതുപോലെ മിനയിലും മുസ്ദലിഫയിലും അതുപോലെ തവാഫ് ചെയ്യുമ്പോഴും സഅയ് ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന ദുആയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന മഹത്തായ ദുആയാണെന്ന് നമുക്ക് ഓർക്കുക, നാം മനസ്സിലാക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ സനാതന മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരുക എന്നതാണ് ഈ മഹത്തായ ദിനം നമുക്ക് തരേണ്ടത്. അതിനുള്ളൊരു പ്രതിജ്ഞയാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ വരേണ്ടത്. ഒരു കാര്യം കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മഹത്തായ ബലിപെരുന്നാൾ, ഈ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന അവസാനം ഇഹ്സാൻ, വളരെ ഭംഗി, വളരെ സന്തോഷകരമായ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആഘോഷം കൂടിയാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. ഏതിനും ഇസ്ലാമിൽ പരിധിയുണ്ട്. എല്ലാതും അള്ളാഹുവിന്റെ ഒരു വ്യവസ്ഥ, ഒരു മീഡിയം, അള്ളാഹുവിന്റെ മാർഗം അള്ളാഹു മാർഗം വരച്ചിട്ടുണ്ട്. അത് ആഘോഷത്തിനും ആരാധനയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനവും വഴിയും അതുപോലെ തന്നെ പരിധിയും എല്ലാ കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ അതിരുവിട്ട് കിടക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്നാലോ നെഗറ്റീവായിട്ട് ഒന്നും പാടില്ല എന്നല്ല, ഇസ്ലാമികമായിട്ടുള്ള വീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായ കളിയും അതുപോലെ തമാശയും, ഇസ്ലാമിക വീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായ അനിസ്ലാമികമല്ലാത്ത തമാശകളും കളിയും വിനോദങ്ങളും ഒക്കെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ആ ഇസ്ലാമികമായിട്ടുള്ള വിനോദങ്ങൾ, ഇസ്ലാമിയുടെ കളിയും അതുപോലെ ജീവിതത്തിന് അനിവാര്യവും അതുപോലെ ജീവിതത്തിന് കാര്യവും അതുപോലെ പ്രസക്തവും അർത്ഥം ലഭിക്കുന്നതുമായ പല ആഘോഷങ്ങൾക്കും ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ട്. ആ
സമാധാനത്തിലായിരിക്കണം നമ്മുടെ ഈ മഹത്തായ സന്ദേശം. അവരോടുകൂടെ തന്നെ ഈ സന്ദർഭത്തിൽ സന്തോഷത്തിന്റെ കണ്ണുകൾ നമുക്കുണ്ടാകുമ്പോൾ, അതുപോലെ ആഹ്ലാദത്തിന്റെ കരങ്ങൾ ഉണ്ടാകുമ്പോൾ, വളരെ 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 സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയൊക്കെ വലിയ വലിയ വേലിയേറ്റങ്ങൾ നമ്മുടെ മനസ്സുകളിൽ അലതല്ലുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ ഓർക്കണേ, വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഇന്ന് മുസ്ലിം ലോകം വളരെ പ്രയാസത്തിലും വിഷമത്തിലുമാണ്. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. നമുക്കറിയാം, ഇന്ന് പോലും ഒരു സമാധാനമില്ലാതെ, ശാന്തിയില്ലാതെ, വെറും വെടിയൊച്ചകളും അതുപോലെ ബോംബുകളും അതുപോലെ മിസൈലുകളുടെയും ശബ്ദം മാത്രം കേട്ടുകൊണ്ട് ജീവിതത്തിന് എന്നാണോ എപ്പോഴാണോ തന്റെ മുകളിൽ എപ്പോഴും അപകടവും അതുപോലെ മരണവും പതി നിൽക്കുന്ന അത്തരത്തിൽ സ്വതന്ത്രമായിട്ട് ഒരു നേരത്തെ ആഹാരം പോലും സന്തോഷത്തോടുകൂടെ കഴിക്കാൻ വകയില്ലാത്ത, സാധിക്കാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത, അതിനുള്ള അവസരം പോലും ലഭിക്കാത്ത പല രാജ്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പല നിലക്കും പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങളുണ്ട്. അവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ്. സത്യം, സമത്വം, സ്നേഹം, സാഹോദര്യം, ആ സാഹോദര്യം വളരെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കണം, നമ്മുടെ ഒരു കയ്യും കാലും ഉണ്ടായിരിക്കണം, നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ മനസ്സുണ്ടായിരിക്കണം. അതിലൂടെ കരങ്ങൾ സർവശക്തനായ അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട് അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയാണ്, ദുആയാണ്. അവർക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് മറ്റുള്ള കാര്യങ്ങളില്ലാത്തത് കൊണ്ടല്ല, നമുക്കറിയാം. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളും അവരുടെ രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാരണമായിട്ട് നമുക്കറിയാം മുസ്ലിം ലോകം ഇന്ന് അനൈക്യത്തിലും വളരെ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അറേബ്യൻ രാഷ്ട്രങ്ങൾ പോലും പല രീതിയിലുള്ള യുദ്ധങ്ങളും അതുപോലെ പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് സമാധാനം കിട്ടാൻ, ശാന്തി ലഭിക്കാൻ ഈ മഹത്തായ ദിനം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഈ ആഘോഷവേളയിലും ഏതു വേളയിലും, അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രധാനം. ഏതു വേളയിലും പടച്ച തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. അവനോട് ദുആ ചെയ്യുമ്പോൾ, അവനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ തമ്പുരാനെ സന്തോഷത്തോടുകൂടെ റഹ്മാനായ റബ്ബിനോട് നാം ദുആ ചെയ്യുക. റഹ്മുറാഹിമായ അള്ളാഹ്, വളരെ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം ലോകം, പ്രശ്നങ്ങളും അതുപോലെ പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലോകം നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. നീ പ്രയാസങ്ങളിൽ നിന്ന് കയറ്റണേ തമ്പുരാനെ. ഐക്യത്തോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടുകൂടെ ഒറ്റക്കെട്ടായി മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളാൻ, അങ്ങനെ ജീവിതത്തിൽ നിന്റെ മഹത്തായ വെളിച്ചം ലോകത്ത് അറിയിക്കാൻ, നിന്റെ മഹത്തായ സന്ദേശം ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ, അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ആ സന്ദേശം ഉൾക്കൊള്ളാൻ, മറ്റുള്ളവർക്ക് പോലും ഉൾക്കൊള്ളാൻ. ഉഖ്രിജത്തിൽ ഇന്നാസിൽ നിന്ന് നിന്റെ വചനം പഠിപ്പിച്ചതാണ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മാതൃകയായി സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, വെളിച്ചം നൽകണേ റഹ്മാനെ. സന്തോഷത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. വിഷമങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ലോകം നീ സമാധാനം നൽകണേ റഹ്മാനെ. നീ പ്രതിസന്ധികൾ അതിജയിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, ലോകത്തിന്റെ നാനാഭാഗത്തും കഷ്ടപ്പെടുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പടച്ചവനെ മഹത്തായ രാവിൽ നിന്നോട് ഉയർത്തുന്ന ഈ കരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. മഹത്തായ ആജിമാര് നൽകുന്ന സന്ദേശം ആ ജീവിതത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അറഫയിൽ നോമ്പ് നോൽക്കുമ്പോൾ, പടച്ച തമ്പുരാനെ, അവർ ഞങ്ങളുടെ പ്രതിനിധികളാണ്, നിന്റെ അതിഥികളാണ് തമ്പുരാനെ. അതുകൊണ്ട് അവരുടെ ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവിടെ എല്ലാവരുടെയും ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവർക്ക് വേണ്ടി നീ പുറത്തു കൊടുക്കുമ്പോൾ പാപികളാ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളും ആ കൂട്ടത്തിലുള്ളവരാണ്. പടച്ചവനെ നീ പുറത്തു തരണേ റഹ്മാനെ, നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ. ഇതുപോലെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് അറഫകളെ സ്വീകരിക്കാൻ, ഇതുപോലെ ഒരുപാട് അറഫ ദിനങ്ങളെ സ്വീകരിക്കാൻ, പെരുന്നാളുകളെ സ്വീകരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഈ ദിവസങ്ങളും ഈ മാസങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ സാക്ഷിയാക്കണേ റഹ്മാനെ. വേദന അനുഭവിക്കുന്ന മുസ്ലിം ലോകം നീ സഹായിക്കണേ അല്ലാ. ഇസ്സത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അൻതുമുൽ അഊലൂൻ കുന്തും മുഅ്മിനൂൻ, നിങ്ങളാണ് ഉത്തമർ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇസ്ലാം അനുവദിക്കുന്ന മുസ്ലിമിലൂടെ, മുസ്ലിമായ മുത്തഖിയിലൂടെ, മുത്തഖിയായിട്ടുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ തവക്കലിലൂടെ, ആ തവക്കലിലൂടെ വന്ന് പരിശുദ്ധമായ ഇഹ്സാനിലൂടെ ഒരു മുഹ്സിനായി ജീവിച്ച് ആ മുസ്ലിങ്ങൾക്ക് നാളെ പ്രതിഫല ലോകമാകുന്ന സ്വർഗ്ഗലോകം നീ നൽകുമ്പോൾ, പടച്ചവനെ പാപികളാ ഞങ്ങളെയും അതിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആ വഴി ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. സന്തോഷത്തിലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ജീവിതത്തിന്റെ നാനാഭാഗങ്ങളിൽ ജീവിതത്തിന് വേണ്ടി, പടച്ചവനെ ഭൗതിക ലോകത്തുള്ള ഹസനത്തിന് വേണ്ടി ജീവിതമാർഗമായി രാജ്യത്തിന്റെ നാനാഭാഗത്ത് ജോലി ചെയ്യുന്ന മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് പ്രവാസികളായ സമൂഹം, പടച്ചവനെ നിനക്കറിയാം റഹ്മാനെ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നാടും വീടൊക്കെ വിട്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ, കുടുംബമില്ല, സ്വന്തം നാട് കൂടെയില്ല, പക്ഷേ വിദേശങ്ങളിൽ പോയിട്ട് സ്വന്തം തനിച്ചും
അതുപോലെ മറ്റുള്ള രീതിയിലൊക്കെ വിഷമം അനുഭവിക്കുന്ന, അവരെ കഷ്ടപ്പെടുന്ന പ്രവാസികൾ പടച്ചവനെ ഇത്തരത്തിലുള്ള ദിവസങ്ങൾ അവർക്ക് സന്തോഷമാക്കണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ ലീവുകളിൽ കുടുംബങ്ങളിൽ തിരിച്ചു വന്ന് ഇത്തരത്തിലുള്ള ദിവസങ്ങൾ കുടുംബങ്ങളോടുകൂടെ ജീവിക്കാനും കുടുംബത്തോടുകൂടെ ആഘോഷിക്കാനും നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ അറ്റാക്ക്, ക്യാൻസർ, എയ്ഡ്സ് പോലത്തെ മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ശരീരം വെട്ടിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് മരണങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അതിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന സ്വാലിങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഖുർആൻ വേണ്ടി സഹായിക്കുന്ന, ഖുർആൻ വേണ്ടി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പടച്ചവനെ നിനക്കറിയാം ഈ വിനീതൻ ട്രൂത്ത് ദാവ കൗൺസിൽ എന്ന് പറയുന്ന മഹത്തായ ഒരു വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കുക, അവിടെ മനുഷ്യരിലേക്ക് ഖുർആന്റെ വെളിച്ചം എത്തിക്കുക എന്ന സന്ദേശവുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചെറിയൊരു പ്രവർത്തനായ ആ മഹത്തായ പ്രസ്ഥാനത്തെ നീ ഉന്നതിയിലേക്ക് ഉയർത്തണേ റഹ്മാനെ. ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നിനക്കറിയാം റഹ്മാനെ, അതിന് നേതൃത്വം നൽകുന്ന അതിന്റെ സുപ്പീരിയർ കൗൺസിൽ ചെയർമാൻ മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ റഹ്മാനെ, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണേ റഹ്മാനെ. അതിനുവേണ്ടി പ്രചോദനം നൽകുന്ന പണ്ഡിതന്മാർ, ഉസ്താദുമാർ, അതിനുവേണ്ടിയിട്ട് സഹായിക്കുന്നവർ ഒരുപാട് ആളുകൾ നീ സഹായിക്കണേ റഹ്മാനെ. നീ സംരക്ഷണം നൽകണേ റഹ്മാനെ. പടച്ചവനെ, അതിനുവേണ്ടി സഹായിച്ചവർ, ആ പ്രസ്ഥാനത്തിന് വേണ്ടി സഹായിച്ചവർ, അതിന്റെ ആസ്ഥാനമായി വളാഞ്ചേരി പ്രവർത്തിക്കുന്ന ട്രൂത്ത് വേ എജു ക്യാമ്പസ്, അതുപോലെ ട്രൂത്ത് വേ ദാവ കൗൺസിൽ ആൻഡ് ഖുർആൻ റിസർച്ച് സെന്റർ, അതിനുവേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും അതിന്റെ കടങ്ങളും മറ്റും ബാക്കിയുണ്ട്. അതിനൊക്കെ വേണ്ടി സഹായിക്കുന്ന സാമൂഹ്യ മനസ്സുകളുണ്ട്, സ്നേഹമുള്ള ഒരുപാട് മനസ്സുകളുണ്ട്. വിശുദ്ധ ഖുർആനിനെ സഹായിക്കുന്നവർ, ആ ഖുർആനിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ. പടച്ചവനെ, അവർക്കൊക്കെ ശാരീരികമായും മാനസികമായും